ഗാസയിൽ വീണ്ടും അതീവ രൂക്ഷമായ വ്യോമാക്രമണം. നിയന്ത്രണം വ്യാപിക്കുമെന്ന് നെതന്യാഹു. പെരുന്നാൾ ദിവസവും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഏകദേശം 10 പാലസ്തീനികൾ ഉൾപ്പെടെ തന്നെ അവിടെ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഗാസയിലെ സൈനിക നിയന്ത്രണം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗാസയുടെ 70% ഭാഗം വരെ നിയന്ത്രണത്തിൽ ആക്കിക്കൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയേക്കും എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടെ തന്നെ ഈദ് അൽ ഹദ് ദിനത്തിൽ പോലും ഗാസ സ്ട്രിപ്പിൽ വ്യോമാക്രമണങ്ങൾ തുടരുന്നതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഗാസ സിറ്റിയിൽ നടന്ന ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ തന്നെ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഹമാസിന്റെ പുതിയ സൈനിക നേതാവായ മുഹമ്മദ് ഒഹേദിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിൽ അദ്ദേഹവും കുടുംബവും കൊല്ലപ്പെട്ടതായി തന്നെ ഇപ്പോൾ ഹമാസ് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഹമാസ് ഇത് ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു. അതേസമയം ഗാസയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ശക്തമാകുന്നതിനിടെ തന്നെ സാധാരണ ജനങ്ങളുടെ ദുരിതവും ഇവിടെ വർദ്ധിക്കുകയാണ്. ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ, കുടിയൊഴിപ്പിക്കൽ, ഭക്ഷ്യ മരുന്ന് ക്ഷാമം എന്നിവ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയായി എന്നതാണ് നിരീക്ഷകരടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ഗാസ സമാധാന പദ്ധതിയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായി തന്നെ ഗാസയുടെ 53% ഭാഗമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി എന്നതായിരുന്നു ആ ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ പിന്മാറണം എന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ നിലവിൽ ഗാസയുടെ 60% പ്രദേശവും തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്നും ഇതുടൻ തന്നെ 70% തന്നെ ഉയർത്തുമെന്നതാണ് നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളും ഹമാസിന്റെ പുതിയ സൈനിക വിഭാഗം മേധാവിയുമായ മുഹമ്മദ് ഒദേ ഗാസയെ വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം വധിച്ചുവെന്നും പിന്നാലെ തന്നെ നെതന്യാഹുവിന്റെ പുതിയൊരു പ്രഖ്യാപനം കൂടി പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹമാസിനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുകയും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഗാസയുടെ നിയന്ത്രണം ഹമാസിന്റെയോ ഇസ്രായേൽ വിരുദ്ധരുടെയോ കൈകളിൽ ഇനി ബാക്കി വെക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഇവിടെ നെതന്യാഹു സൂചനയായി തന്നെ നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഈ നീക്കം സമാധാന കരാറുകളുടെ ലംഘനമാണ് എന്നും ഗാസയിൽ തങ്ങൾക്കെതിരെ നടക്കുന്ന അട്ടിമറി അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉള്ള ഒരു അട്ടിമറിയാണിതെന്നതാണ് ഹമാസിന്റെ മുതിർന്ന നേതാവായ ഖാസിം നഈം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.